മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ 10, 11, 14 വാർഡുകളുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് അപകടമുണ്ടായി. ഒരു മരണമുണ്ടായത്. വലിയ അനാസ്ഥയായിരുന്നു ഉണ്ടായത് എന്ന് വ്യക്തമാണ്. കാര്യത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. അലിയുണ്ട് വിശദാംശങ്ങളുമായി. അലി, വലിയ രീതിയിലുള്ള ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നത് നമ്മൾ ഇപ്പോൾ കേട്ടതാണ്. ആ വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതും. എന്താണ് ആ പ്രതിഷേധം? അവിടെ എത്രത്തോളമുണ്ട് ആളുകൾ? നിലവിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ മരണത്തിനിടയാക്കി അപകടവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. അല്പസമയം മുമ്പാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ച് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴത്തെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവജന സംഘടനകൾ, പ്രതിപക്ഷ യുവജന സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള അനാസ്ഥ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിനും അതുപോലെ മെഡിക്കൽ കോളേജ് അധികാരികൾക്കും വന്നിട്ടുണ്ട് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ മെഡിക്കൽ കോളേജിലെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തെല്ലാമാണ് നിങ്ങൾ മുന്നോട്ട് പറയുന്ന ആവശ്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 7 വർഷം മുമ്പ് PWD പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ട ഒരു ബിൽഡിംഗാണ് ഇവിടെ ആളുകളെ പാർപ്പിച്ചിരിക്കുന്നത്. പാവപ്പെട്ട രോഗികളെയൊക്കെ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. അവിടെ ആദ്യം ആരോഗ്യമന്ത്രി നമുക്ക് വിശദീകരണം നൽകിയത് ഇവിടങ്ങളിലൊക്കെ ഒഴിഞ്ഞിട്ട ഒരു കെട്ടിടമെന്നാണ് വിശദീകരണം നൽകിയത്. എങ്കിൽ ആ കെട്ടിടങ്ങളിലൊക്കെ ആളുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കടക്കം ഇവിടെ ജനപ്രതിനിധികളടക്കം അവിടെ പോയപ്പോൾ കണ്ടതാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ആളുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു ചേച്ചി കുളിച്ചു മാറിക്കഴിഞ്ഞിട്ടാണ് അവിടെ അപകടത്തിൽപ്പെട്ട ഒരു കുട്ടി അവിടെ കുളിക്കാൻ കയറിയത്. അവിടെ കൃത്യമായിട്ടും അവിടെ സ്വിച്ച് ബോർഡിൽ കറണ്ട് ഉണ്ടായിരുന്നു, എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കിടക്കുമ്പോൾ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ വെറും മണ്ടന്മാരാക്കുന്ന ആരോഗ്യമന്ത്രിയുടെ ഒരു നിലപാടിനെതിരെയാണ് യൂത്ത് ലീഗ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. ഏത് നിലയിലാണ് മുന്നോട്ട് പ്രതിഷേധം കൊണ്ടുപോകുന്നത്? 2 മന്ത്രിമാര് അപകടം നടന്ന ഉടനെ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ സുരക്ഷാ പ്രവർത്തനത്തെ അട്ടിമറിക്കുമായിരുന്നു. അവർ ഈ സ്ഥലത്ത് ഉടനെ കടന്നു ചെന്നിട്ട് ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചാണ്. ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഒരു അപകടമില്ല എന്ന് ഇവിടുത്തെ പൊതുജനങ്ങളെയും അതുപോലെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസിനെയും ഫയർഫോഴ്സിനെയും തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് 2.5 മണിക്കൂർ വൈകി ആ സ്ത്രീയെ കണ്ടെത്തേണ്ടി വന്നത്. ആദ്യം തന്നെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഇവിടെ ഈ ജീവൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ മന്ത്രി VN വാസവനും വീണ ജോർജും ഈ അപകടം നടന്ന ഉടൻ തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നിട്ട് ഇവിടെ പൊതുജനങ്ങളോടും മീഡിയാസിനോടും പറഞ്ഞു എന്താണ്, ഈ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഇത് ഉപയോഗിക്കുന്നില്ല, ഇതിൽ ആളുകളില്ല, ഇതിൽ അപായമില്ല. അവിടെ നോക്കി നിന്ന 2 ആൾക്ക് ചെറിയ നിസ്സാരമായ പരിക്കേ ഉള്ളൂ. പക്ഷേ 2.5 മണിക്കൂറിന് ശേഷം ഒരു പാവപ്പെട്ട സ്ത്രീയെ ആ കൂനയ്ക്കിടയിൽ നിന്നും തപ്പിപ്പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ആ സ്ത്രീയുടെ കൊലപാതകത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ 2 മന്ത്രിമാർക്കാണ്. അവരുടെ സ്റ്റേറ്റ്മെൻ്റാണ്, അവരുടെ നിലപാടാണ്, അവരുടെ പ്രവർത്തനമാണ് ഇവിടുത്തെ സുരക്ഷ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ 2 മന്ത്രിമാരെയും കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നാണ് യൂത്ത് ലീഗിൻ്റെ ആവശ്യം. തീർച്ചയായും ഏറ്റവും പ്രധാനമായും ഉയർന്ന ആരോപണം അതാണ്. മന്ത്രിമാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതിന് ഏറ്റവും പ്രധാന കാരണമായതെന്നാണ്. കാരണം ഇവിടെ വലിയ പ്രതിസന്ധികളില്ല, 2 പേർക്ക് സാരമായി പരിക്കേറ്റുന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളില്ല എന്ന നിലയിലായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പ്രതികരണം നടത്തിയത്. അല്ലായിരുന്നെങ്കിൽ നേരത്തെ ഇതിന്റെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുമായിരുന്നു, ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളും ഇപ്പോഴത്തെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നു. യൂത്ത് ലീഗ് നേതാക്കളും ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിന്ദുവിന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഏറ്റെടുക്കണമെന്നതാണ് പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം ആവശ്യം, യുവജന സംഘടനകളുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ച ആവശ്യവും അത് തന്നെയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ മുന്നോട്ട് പോകുന്നു. അല്പസമയം മുമ്പ് ഈ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രദേശത്ത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അലി, നോക്കൂ, ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത്
ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അതിതീവ്രമായി അത്രയും ക്രിട്ടിക്കലായി എത്തുന്ന രോഗികളെ പ്രവേശിപ്പിക്കുന്ന ആശുപത്രിയാണ്. പത്തനംതിട്ടയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും ഒക്കെ ആളുകളെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുന്ന അത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്ന രോഗികളെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക എന്നുള്ള മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഏറ്റവും സാധാരണക്കാരെത്തുന്ന ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ കെട്ടിടം, ഈ പഴയ കെട്ടിടം അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നു എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ തൊട്ടടുത്ത ഒരു വലിയ മരം അപകടാവസ്ഥയിൽ ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരം പഴക്കം ചെന്ന കെട്ടിടം ഇത്രയും വർഷം അവിടെ ഉപയോഗിച്ചിരുന്നു, അവിടെ രോഗികൾ ഉണ്ടായിരുന്നു. അതും അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ, രോഗികൾ ഉൾപ്പെടെ ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്തത്ര വിധത്തിലുള്ള രോഗികളാണ് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. അതുതന്നെയല്ലേ ഈ വകുപ്പിനെതിരെ ഉയരുന്ന ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയുന്നത്? നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് അത് തന്നെയല്ലേ? തീർച്ചയായും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും അതുതന്നെയാണ്. ഇത്രയും അധികം രോഗികൾ ഒരു ദിവസം എത്തുന്ന, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വളരെ ഗുരുതരാവസ്ഥയിലായ അപകടം നടക്കുമ്പോഴെല്ലാം നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് രോഗികളെയും കൊണ്ട് ഓടിയെത്താറ്. അത്തരത്തിൽ ഇത്രയും അധികം രോഗികൾ ഒരേ ദിവസം എത്തുന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇത്രയും ദയനീയമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. സ്വാഭാവികമായും ആരും ഉണ്ടായിരുന്നു. ഞാൻ അമ്മാവനായിട്ട് വന്ന് പറയാം 3 മാസം കഴിഞ്ഞ് വരാൻ. 3 മാസം കഴിഞ്ഞ് ഇപ്പോഴൊന്നും അല്ല, ഒരു കൊല്ലം മൂത്ത കാര്യം തന്നെയാണ്. 3 കൊല്ലം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വരാൻ എങ്ങനെയുണ്ട്? അവർ ചോദിക്കുന്നതിനറിയോ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. പൈസ അടയ്ക്കാൻ അവർക്ക് ഡിസ്ചാർജ് ചെയ്യാനാണ് പറഞ്ഞത്. ഡിസ്ചാർജ് 25 രോഗികളാണ് ആ ബെഡിൽ സർക്കാർ ഡിസ്ചാർജ്. ഏറ്റവും പ്രധാന ആരോപണം ഇതാ ഇപ്പോൾ വരുന്നവരും ആളുകളും എല്ലാം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്രയും അധികം രോഗികൾ ഒരേ ദിവസം എത്തുന്ന, ഇത്രയും ഗുരുതരാവസ്ഥയിലെ രോഗികളെ എത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, അതിന്റെ കെട്ടിടങ്ങളിൽ ഇത്രയും ദാരുണമാണ് അതിന്റെ സ്ഥിതി എന്ന് പറയുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഈ വിഷയത്തിലാണ് ഏറ്റവും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതും.